Our precious friends, it's a joy to welcome you to this program. ഞങ്ങളുടെ വിലയേറിയ സ്നേഹിതന്മാരെ, ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. God has a special blessing for you this month. ഈ മാസം ദൈവം നിങ്ങൾക്ക് വേണ്ടി സവിശേഷമായ അനുഗ്രഹം ഒരുക്കിയിരിക്കുന്നു. Evangeline, this is a special month for you. ഇവാഞ്ചലിൻ, നിനക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. Would you let out the secret? നീ ആ രഹസ്യം വെളിപ്പെടുത്തുമോ? I'm glad you remember my birthday. താങ്കളുടെ ജന്മദിനം ഓർമ്മ വെച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. I was always there for you. ഞാൻ എല്ലായ്പ്പോഴും നിന്നോട് കൂടെ ഉണ്ടല്ലോ. Well, ശരി, when we remember your birthday, നിന്റെ ജന്മദിനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ we remember your mother. നിന്റെ പ്രിയപ്പെട്ട അമ്മയെയാണ് ഞങ്ങൾക്ക് ഓർമ്മ How വരുന്നത്. much she suffered to bring you into the world. നിന്നെ ഈ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവർ എത്രമാത്രം കഷ്ടപ്പെട്ടു. Would you talk about that? നീ ആ സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പങ്കുവയ്ക്കുമോ? Just because my mother loved the Lord, എന്റെ അമ്മ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം she had to go through a lot. അവർ നിരവധി കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. Her mother-in-law, her relatives, they hated her and pushed her out of her home when she was about to deliver me. എന്റെ അമ്മ എന്നെ പ്രസവിക്കാറായപ്പോൾ എന്റെ അമ്മയുടെ അമ്മാവിയമ്മയും ബന്ധുക്കളും അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. And I was born in the mud floor. വെറും തറയിലാണ് അമ്മ എന്നെ പ്രസവിച്ചത്. Nobody was around me. എനിക്ക് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. But my mother, in the midst of all this, she continued to love the Lord. ഇത്തരം ദുരിതങ്ങളുടെ മധ്യത്തിലും എന്റെ അമ്മ തുടർന്നും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. She used to say all the time, though the Lord slays me, yet I will love the Lord. ദൈവം എന്നെ കൊന്നാലും ശരി, ഞാൻ ദൈവത്തെ സ്നേഹിക്കും. And she used to cling on to God for all things, and she used to say, my Lord will perfect everything concerning me. സകല കാര്യങ്ങൾക്കും അമ്മ ദൈവത്തോട് പറ്റിച്ചേരാറുണ്ട്. ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന് അമ്മ പറയാറുണ്ട്. And the Lord did perfected everything in her life. അതുപോലെ ദൈവം അമ്മയുടെ സകല ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുത്തു. The Lord made my father to know the Lord. എന്റെ പിതാവ് രൂപാന്തരം പ്രാപിച്ചു. അദ്ദേഹം കർത്താവിനെ അനുഭവിച്ചറിഞ്ഞു. And the Lord blessed all her children. ദൈവം അമ്മയുടെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു. Well, വളരെ നല്ലത്. it's amazing how she could do it. അവർക്ക് ഈ അവസ്ഥയിലും അപ്രകാരം പ്രവർത്തിക്കുവാൻ സാധിച്ചത് വളരെ വിസ്മരണീയമായ കാര്യമാണ്. All the relatives were really giving her a hard time and breaking her heart every day. എല്ലാ ബന്ധുക്കളും ഒത്തുചേർന്ന് ദിനം തോറും അമ്മയുടെ ഹൃദയത്തെ തകർത്തിരുന്നു. അവർക്ക് വളരെയധികം ദ്രോഹങ്ങൾ ചെയ്തിരുന്നു. And no support from your father because he did not follow the Lord. നിന്റെ പിതാവിന്റെ ഭാഗത്ത് നിന്ന് അമ്മയ്ക്ക് ഒരു സഹായവും ലഭിച്ചിരുന്നില്ല. അദ്ദേഹം ദൈവത്തെ അനുഗമിച്ചിരുന്നില്ല. And her joy was only Jesus. യേശുക്രിസ്തു മാത്രമായിരുന്നു അവരുടെ ഏക സന്തോഷം. Loving Jesus, trusting Jesus, and having him as a personal friend was her joy. നിന്റെ അമ്മ യേശുവിനെ സ്നേഹിച്ചിരുന്നു. യേശുവിൽ ആശ്രയം വെച്ചിരുന്നു. വ്യക്തിപരമായി യേശുവിനെ സ്നേഹിതനായി ലഭിച്ചതിനാണ് നിന്റെ അമ്മ സന്തോഷിച്ചിരുന്നത്. അതുമാത്രമായിരുന്നു നിന്റെ അമ്മയുടെ ഏക സന്തോഷം. Well, she was not looking for the joy of seeing all these problems go. ഈ പ്രശ്നങ്ങളെല്ലാം വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിൽ മാത്രമായിരുന്നില്ല അമ്മയുടെ ശ്രദ്ധ. But she was looking to Jesus and having him as her savior and enjoying the joy that Jesus loves her. Jesus loves her. Jesus loves her. എന്നാൽ അവർ യേശുവിങ്കിലേക്ക് നോക്കിയിരുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശു തന്നെ സ്നേഹിക്കുന്നു എന്ന ചിന്തയിൽ അവർ ആനന്ദിച്ചു. My friend, this is what is needed in your life and my life. എൻ്റെ പ്രിയ സ്നേഹിത, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഈ സന്തോഷമാണ് നമുക്ക് ആവശ്യം. My friend, it is always good to wait for the joy which comes to us when all our problems are solved. സ്നേഹിത, നമ്മുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനായി കാത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. What we need doesn't come to us immediately. നമുക്ക് എന്താണോ ആവശ്യമായിരിക്കുന്നത് അത് എത്രയും വേഗത്തിൽ നമ്മുടെ അരികിലേക്ക് വരികയില്ല. What we are looking for in people
doesn't happen in their lives. ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്നില്ല. They don't respond to us in the same way that we expect them to respond. കൂടാതെ അവർ നമ്മോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവർ നമ്മോട് പ്രതികരിക്കുന്നതുമില്ല. And so our waiting and waiting and waiting for these things to happen brings only bitterness, sorrow and pain. There is no joy in our life. ആകയാൽ ജനങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ വേദന മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, സന്തോഷം ഉണ്ടാകുന്നില്ല. But then, എന്നാലോ don't wait for the worldly things to bring joy in your life. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടി ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കരുത്. Look to Jesus നിങ്ങൾ യേശുവിങ്കിലേക്ക് നോക്കുവിൻ. and enjoy Him. നിങ്ങൾ യേശുവിനെ ആസ്വദിക്കുവിൻ. Enjoy His life. നിങ്ങൾ യേശുവിന്റെ ജീവൻ ആസ്വദിക്കുവിൻ. Enjoy Him by trusting that He will make all things new in യേശു your life. നിങ്ങളുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളും പുതുതാക്കി തീർക്കുമെന്ന ദൃഢമായ വിശ്വാസത്തോടെ നിങ്ങൾ യേശുവിനെ ആസ്വദിക്കുവിൻ. Enjoy the power and the love of Jesus. നിങ്ങൾ യേശുവിന്റെ ശക്തിയും അതുപോലെ തന്നെ യേശുവിന്റെ സ്നേഹവും അനുഭവിച്ച് ആസ്വദിക്കുവിൻ. And He will make you enjoy His miracles. അപ്പോൾ യേശുവിന്റെ അത്ഭുതങ്ങൾ ആസ്വദിക്കുവാൻ യേശു നിങ്ങളെ പ്രാപ്തരാക്കും. And I want to remind you of this verse in Isaiah 61 and verse 10. ഈ സന്ദർഭത്തിൽ യെശയ്യാവ് 61:10 കാണുന്ന വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I delight greatly in the Lord. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. My soul rejoices in my God. എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. For He has clothed me with garments of salvation ദൈവം എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. and arrayed me in a robe of His righteousness. ദൈവം നീതി എന്ന അങ്കി എന്നെ ഇടുവിച്ചിരിക്കുന്നു. As a bridegroom adorns his head like a priest, ഒരു മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും and as a bride adorns herself with her jewels. ഒരു മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും. Well, this is what happens when we delight in the Lord and our soul rejoices in the Lord. നമ്മൾ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കുമ്പോൾ, നമ്മുടെ ഉള്ളം ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുമ്പോൾ ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. When we don't just look at things to happen and rejoice, wait for that rejoicing to come, but keep on rejoicing in the Lord, who has all the power to do everything according to His will for us. നമ്മൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സന്തോഷത്തിനായി കാത്തിരിക്കാതെ നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരുവാൻ ശക്തനായ ദൈവത്തിൽ തുടർന്ന് ആനന്ദിച്ചുല്ലസിക്കണം. What He does is He clothes us with salvation ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ദൈവം നമ്മെ രക്ഷാവസ്ത്രം അണിയിക്കുന്നു, and righteousness. നീതി എന്ന അങ്കി ധരിപ്പിക്കുന്നു. Well, righteousness is നീതി എന്നാൽ doing the will of God, ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുക എന്നതാണ് നീതി. and salvation is രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? living in the image of God. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ജീവിക്കുക എന്നതാണ് രക്ഷ. When both these come to us and they become our joy in our life, ഈ രക്ഷയും നീതിയും നമ്മെ തേടി വരുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദമായി തീരുന്നു. this verse says it's like being adorned with jewels അത് ആഭരണങ്ങളാൽ സ്വയം അലങ്കരിക്കുന്നത് പോലെയാണെന്ന് ഈ വചനം പറയുന്നു. and with ornaments. ആഭരണങ്ങളാൽ സ്വയം അലങ്കരിക്കുന്നത് Yes, പോലെ you begin to shine. That becomes your clothing, and you just are filled with honor and glory in the world. അതെ, നിങ്ങൾ മിന്നിത്തിളങ്ങുവാൻ തുടങ്ങുന്നു. ആ ആഭരണങ്ങൾ നിങ്ങളുടെ വസ്ത്രമായി തീരുന്നു. കൂടാതെ ഈ ലോകത്തിൽ നിങ്ങൾ മാനവും മഹത്വവും നിറഞ്ഞവരായി മാറുന്നു. Yes, my friend. അതെ സ്നേഹിതന്മാരെ, That's what God wants to give you. അതാണ് ദൈവം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. And it happened in the life of Mary, the mother of Jesus. യേശുവിന്റെ അമ്മയായ മറിയയുടെ ജീവിതത്തിൽ അത് അപ്രകാരം സംഭവിച്ചു. If you read Luke chapter 1
47 to 49. നിങ്ങൾ ലൂക്കോസ് 1:47 മുതൽ 49 വരെ വായിക്കുകയാണെങ്കിൽ She says the same thing as we read in Isaiah. നമ്മൾ യെശയ്യാവിൽ വായിച്ച അതേ കാര്യങ്ങൾ മറിയ പറയുന്നു. Shall we read it? നമുക്ക് ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. My spirit rejoices in God my Savior, for he has been mindful of the humble state of his servant. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. From now on, all generations will call me blessed. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തും. Well, she says this at a time when her life was in peril. തൻ്റെ ജീവിതം വലിയൊരു ആപത്തിൽ അകപ്പെട്ടപ്പോഴാണ് മറിയ ഇപ്രകാരം പറയുന്നത്. You see, the angel of God comes to her, ദൈവത്തിന്റെ ദൂതൻ മറിയയുടെ അരികിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. and the angel says, God wants your womb. ആ ദൈവദൂതൻ മറിയയോട് പറഞ്ഞു, മറിയെ, നിന്റെ ഗർഭാശയം ദൈവത്തിന് ആവശ്യമുണ്ട്. Would you give it? നീ അത് ദൈവത്തിന് നൽകുമോ? You're a virgin, Mary. മറിയെ, നീ ഒരു കന്യകയാണ്. Now God is going to make you conceive with himself in your womb. ഇപ്പോൾ ദൈവം തന്നെ നിന്നെ ഗർഭിണിയാക്കി തീർക്കുവാൻ പോകുന്നു. ദൈവം തന്നെ നിന്റെ ഗർഭാശയത്തിൽ വന്ന് ജനിക്കുവാൻ പോകുന്നു. You're going to bear a child. നീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാൻ പോകുന്നു. Of course, the child is going to be the most holy one. തീർച്ചയായും ആ കുഞ്ഞ് അത്യുന്നതന്റെ പുത്രനും വിശുദ്ധ പ്രജയുമായി തീരുവാൻ പോകുന്നു. Saying that, the angel demanded an answer from her immediately. അപ്രകാരം അരുളി ചെയ്ത ദൂതൻ മറിയയുടെ പക്കൽ നിന്ന് ഉടനടി മറുപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. He never said, I'll come back after a week, you please be ready with the answer. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാം, അപ്പോൾ നീ മറുപടി പറഞ്ഞാൽ മതിയെന്ന് ദൂതൻ പറയുന്നില്ല. She had to decide then and there. ആ നിമിഷം അവിടെ വെച്ച് തന്നെ മറിയ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു. Yes, my friend, you have to take a decision either to follow Jesus or deny him. And that decision has to be instantaneous in your life, every moment of your life. അതെ പ്രിയ സ്നേഹിതന്മാരെ, നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. ജീവിതത്തിൽ ഏതൊരവസ്ഥയിലും എല്ലാ സമയത്തും നിങ്ങൾ ആ തീരുമാനം ഉടനടി കൈക്കൊള്ളണം. In a flash, Mary would have thought about the things that would happen if she carried a child being a virgin. ഒരു കന്യകയായ താൻ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ എന്തെല്ലാം ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും, എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു നിമിഷത്തിൽ മറിയ ചിന്തിച്ചിരിക്കും. She would have seen her being spat upon by her parents. തന്റെ മാതാപിതാക്കൾ തന്നെ വഴക്ക് പറയുന്നതും അവർ അത്യധികം വേദനിക്കുന്നതും ഒരു സ്വപ്നത്തിൽ എന്ന പോലെ മറിയ കണ്ടിരിക്കും. She would have seen her relatives coming and literally beating her up with words and with their heart. തന്റെ ബന്ധുക്കൾ തന്റെ അടുക്കൽ വന്ന് വിമർശന ശരങ്ങൾ കൊണ്ട് തന്നെ നിന്ദിക്കുന്നതും അത്യധികം വേദനിപ്പിക്കുന്നതും ഒരുപക്ഷെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ മറിയ കണ്ടിരിക്കും. She would have been disowned. അവർ കുടുംബത്തിൽ നിന്ന് നിരാകരിക്കപ്പെടും. Disgraced. അവർ അപമാനിതയായി തീരും. Cast away. അവർ തിരസ്കരിക്കപ്പെടും. They would have said, you have shamed our family name. അവർ ഇങ്ങനെ പറയുമായിരിക്കും, നീ ഞങ്ങളുടെ കുടുംബത്തിനെ മാനക്കേടുണ്ടാക്കി കുടുംബത്തിന്റെ പേര് നശിപ്പിച്ചു. Get away from our home. നീ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേഗം പുറത്തു പോകൂ. Never come to our home. നീ ഒരിക്കലും ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇനി വരരുത്. And the people of the city would have got ready with stones in their hands to stone her and kill her. നഗരത്തിലെ ജനങ്ങൾ എല്ലാവരും അവളെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിനു വേണ്ടി തങ്ങളുടെ കൈകളിൽ കല്ലുകൾ എടുത്ത് അവൾക്കായി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. She would have seen all this in a flash. ഇത്തരം സകല ദുരന്തങ്ങളും ഒരു നിമിഷത്തിൽ മറിയ കണ്ടിരിക്കും. If she had accepted to bear the child, this would have happened in the worldly way. മറിയ ആ കുഞ്ഞിനെ ഗർഭം ധരിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ ലോകപ്രകാരം ഇപ്രകാരമെല്ലാം സംഭവിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു. But at that moment, എന്നാൽ ആ നിമിഷത്തിൽ she said, I will trust in my God. മറിയ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയം വെക്കും. I will delight in my God, my Savior. ഞാൻ എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കും, ആനന്ദിക്കും. My soul glorifies the Lord and my spirit rejoices in God, my Savior. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. Her trust was in God's plan for her life. തൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയിലായിരുന്നു അവർ ആശ്രയം വെച്ചിരുന്നത്. She said, if God wants me to bear a child being a virgin,
He will save me. ഒരു കന്യകയായ ഞാൻ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായും എന്നെ രക്ഷിക്കും. He will surely make a way for me. ദൈവം തീർച്ചയായും എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരും. He will not allow the world to disgrace me or kill me. എന്നെ അപമാനിക്കുവാനോ എന്നെ കൊന്നുകളയുവാനോ ദൈവം ഒരിക്കലും ലോകത്തെ അനുവദിക്കില്ല. I will trust in Him. ഞാൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കും. I will sing a song of hope, trusting in Him. ഞാൻ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഒരു പ്രത്യാശാ ഗീതം ആലപിക്കും. I will give my womb to my Lord. ഞാൻ എൻ്റെ ഗർഭപാത്രം എൻ്റെ കർത്താവിന് നൽകും. And she told the angel, പിന്നെ മറിയ ദൂതനോട് പറഞ്ഞു, I am the handmaiden of the Lord. ഞാൻ ദൈവത്തിന്റെ ദാസിയാകുന്നു. I will trust in the Lord. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. I obey Him. ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു. I turn my eyes from the world. ഞാൻ എൻ്റെ കണ്ണുകൾ ലോകത്തിൽ നിന്ന് തിരിക്കുന്നു. The shame that the world would bring. ലോകത്തിൽ എനിക്ക് നേരിടാവുന്ന നിന്ദകളിൽ നിന്ന് ഞാൻ എൻ്റെ കണ്ണ് തിരിക്കുന്നു. The death the world would bring. ലോകം എനിക്ക് നൽകുവാൻ പോകുന്ന മരണത്തിൽ And നിന്ന് I turn my eyes upon the Lord. ഞാൻ എൻ്റെ കണ്ണുകളെ എൻ്റെ കർത്താവിങ്കിലേക്ക് ഉയർത്തുന്നു, തിരിക്കുന്നു. My Lord will be my joy. എൻ്റെ ദൈവമായിരിക്കും എൻ്റെ ആനന്ദം. I will keep singing, singing, singing unto the Lord and obeying and giving my body, my life to Him. ഞാൻ എല്ലായ്പ്പോഴും ദൈവത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കും, ദൈവത്തെ അനുസരിക്കും, എൻ്റെ ശരീരം ദൈവത്തിനായി സമർപ്പിക്കും. And then she said one more thing. പിന്നീട് ഒരു കാര്യം കൂടി മറിയ പറഞ്ഞു, When I do that, ഞാൻ അപ്രകാരം ചെയ്യുമ്പോൾ the world will call me blessed. ലോകം തീർച്ചയായും എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തും. Well, വളരെ നല്ല കാര്യമല്ലേ? your mother did that. നിന്റെ അമ്മ അതാണ് ചെയ്തത്. And the world has called her blessed. ലോകം നിന്റെ അമ്മയെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തി. Her daughter is a blessing to millions of people and they are calling you blessed. ആ അമ്മയുടെ മകൾ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. ജനങ്ങൾ നിന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തുന്നു. Your children are blessed. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. Your father gave his life to Jesus. നിന്റെ പിതാവ് തന്റെ ജീവിതം യേശുവിനായി നൽകി. God built a home. ദൈവം ഒരു ഭവനം കെട്ടിപ്പണിതു. And God gave her one more son, your mother. ദൈവം അവർക്ക് ഒരു മകനെ കൂടി നൽകി, അതായത് നിന്റെ അമ്മയ്ക്ക്. What a great God. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. She was called blessed. അമ്മയെ എല്ലാവരും ഭാഗ്യവതിയെന്ന് വാഴ്ത്തി. And Mary was called blessed. മറിയയെ എല്ലാവരും ഭാഗ്യവതിയെന്ന് വാഴ്ത്തി. Because God came into her womb and was born as Jesus the Savior. കാരണം സർവശക്തനായ ദൈവം യേശു എന്ന രക്ഷിതാവായി മറിയയുടെ ഉദരത്തിൽ ജനിച്ചു. And God sent the 3 wise men traveling long distance to bow before her child and to give her gold to take care of her child. ദൈവം 3 വിദ്വാൻമാരെ പറഞ്ഞയച്ചു. അവർ ദീർഘദൂരം യാത്ര ചെയ്ത് മറിയയുടെ കുഞ്ഞിനെ വണങ്ങി നമസ്കരിച്ചു, കുഞ്ഞിനെ സ്വർണം കാഴ്ചവെച്ചു. And God turned the heart of her husband to love her and care for her and her child. കൂടാതെ മറിയയെയും അവളുടെ കുഞ്ഞിനെയും പരിപാലിക്കത്തക്കവണ്ണം ദൈവം മറിയയുടെ ഭർത്താവിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി. And God called her blessed. ദൈവം മറിയയെ ഭാഗ്യവതിയെന്ന് വിളിച്ചു. And millions of people even today call her blessed. ഇന്നും ദശലക്ഷക്കണക്കിന് ജനങ്ങൾ മറിയയെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തുന്നു. What a great joy. എത്ര വലിയ സന്തോഷമാണിത്. That's the blessing that's coming to you. ആ അനുഗ്രഹമാണ് ഇന്ന് നിങ്ങളെ തേടി വരുന്നത്. As you sing only to the Lord, obeying Him and trusting Him. നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് വേണ്ടി മാത്രം ഗാനങ്ങൾ ആലപിക്കുമ്പോൾ, Not looking at the problems പ്രശ്നങ്ങളെക്കുറിച്ച് അല്പം പോലും ഭാരപ്പെടാതെ, or not even looking for solutions to sing with joy over them. പ്രശ്നങ്ങളുടെ പ്രതിവിധികളെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, ദൈവത്തെ The ആരാധിക്കുമ്പോൾ Lord will honor you കർത്താവ് നിങ്ങളെ തീർച്ചയായും മാനിക്കും. and make you to be called as blessed. അനുഗ്രഹീതരെന്ന് വിളിക്കപ്പെടുവാൻ നിങ്ങളെ യോഗ്യരാക്കും. Psalm 122 will be fulfilled in your life. സങ്കീർത്തനം 122 നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. You will have great prosperity. നിങ്ങൾക്ക് അത്യധികമായ ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകും. Your children will be blessed. നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരാകും. They will be mighty. അവർ ദേശത്ത് ബലപ്പെട്ടിരിക്കും. And your name will live forever. നിങ്ങളുടെ പേര് എന്നേക്കും നിലനിൽക്കും. And everyone will honor you. എല്ലാവരും തീർച്ചയായും നിങ്ങളെ മാനിക്കും. All these blessings are coming to you this month. ഈ മാസം ഈ അനുഗ്രഹങ്ങൾ എല്ലാം
നിങ്ങളെ തേടി വരുന്നു. Be blessed. അനുഗ്രഹീതരായിരിക്കുവിൻ. We want to pray that this grace of God will come upon you. ഈ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Our loving Father, ഞങ്ങളുടെ സ്നേഹവാനായ പിതാവേ, what a wonderful promise you have given to us, Lord. പിതാവേ, എത്ര മഹത്തായ വാഗ്ദത്തമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. To have great joy in our hearts. ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആനന്ദം ഉണ്ടാകുന്നതിനുള്ള വാഗ്ദത്തം. Father, പിതാവേ, we will be blessed, Lord. ഞങ്ങൾ തീർച്ചയായും അനുഗ്രഹീതരാകും. Father, even now as your children are looking forward for a blessing, പിതാവേ, ഇപ്പോഴും അങ്ങയുടെ മക്കൾ ഒരു അനുഗ്രഹത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ bless them, Lord. അവരെ അനുഗ്രഹിക്കണമേ. Father, give them great joy in their hearts. പിതാവേ, അവരുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആനന്ദം നൽകണമേ. The joy of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആനന്ദം നൽകണമേ. Let them also say, my spirit rejoices over the Lord. അവരും ഇപ്രകാരം പറയട്ടെ, എന്റെ ഉള്ളം രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. Fill them now, Lord. അവരെ ഇപ്പോൾ നിറയ്ക്കണമേ. Lord, instead of sorrow, fill them with your joy, Master. കർത്താവേ, ദുഃഖത്തിന് പകരം അങ്ങയുടെ ദൈവിക ആനന്ദത്താൽ അവരെ നിറയ്ക്കണമേ. Lord, take away the sorrow. കർത്താവേ, ദുഃഖം എടുത്തു മാറ്റണമേ. Take away the sickness, Lord. അവരിൽ നിന്ന് രോഗങ്ങളെ എടുത്തു മാറ്റണമേ. Take away all the anxiety in their hearts, Lord. പിതാവേ, അവരുടെ ഹൃദയത്തിൽ നിന്ന് സകല ഉത്കണ്ഠകളെയും അങ്ങ് എടുത്തു മാറ്റണമേ. Whatever they may be waiting for, let everything come to them, Lord. അവർ എന്ത് അനുഗ്രഹത്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത്, സകല അനുഗ്രഹങ്ങളും അവരെ തേടി ചെല്ലട്ടെ. Let them jump with joy. പിതാവേ, അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടട്ടെ. We take all the blessings from your hands, Lord. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സകല അനുഗ്രഹങ്ങളും സ്വീകരിക്കുന്നു. Let the children be married. മക്കളുടെ വിവാഹം നടക്കട്ടെ. Lord, let every womb that do not have children conceive. പിതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ഓരോരുത്തരും ഗർഭം ധരിക്കട്ടെ. അവരുടെ ഗർഭാശയത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. Father, change the hearts of the people right in their home, Lord. പിതാവേ, അവരുടെ ഭവനത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തണമേ. Lord, let your blessings multiply. പിതാവേ, ജീവിതത്തിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു പെരുകട്ടെ. Fill them with your joy. അങ്ങയുടെ ആനന്ദത്താൽ അവരെ നിറയ്ക്കണമേ. Lord, help them to trust in you, Lord. പിതാവേ, അങ്ങിൽ ആശ്രയം വയ്ക്കുവാൻ അവരെ അങ്ങ് സഹായിക്കണമേ. Father, let them be called as blessed people. പിതാവേ, അവർ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് വിളിക്കപ്പെടട്ടെ. Let your love overflow in their hearts, Lord. അങ്ങയുടെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയട്ടെ. Remove every depression. പിതാവേ, സകല നിരാശയും എടുത്തു മാറ്റണമേ. Lord, remove every sorrow from their hearts. പിതാവേ, ഹൃദയത്തിൽ നിന്ന് സകല ദുഃഖവും അങ്ങ് എടുത്തു മാറ്റണമേ. Thank you for loving us and giving us great joy, പിതാവേ, Lord. ഞങ്ങളെ സ്നേഹിച്ചതിനും ഞങ്ങൾക്ക് ആനന്ദം നൽകിയതിനും നന്ദി. Thank you, Father. പിതാവേ, നന്ദി. Thank you, Jesus. യേശുവേ, നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Let every blessing come into their lives this month, Lord. സകല അനുഗ്രഹവും ഈ മാസം അവരുടെ ജീവിതത്തിലേക്ക് വരട്ടെ. Heal your people, Lord. അങ്ങയുടെ മക്കൾക്ക് സൗഖ്യം നൽകണമേ. Let every sickness come out of their bones, tissues, flesh, and let them be healed in Jesus' name. അവരുടെ അസ്ഥികളിൽ നിന്നും കോശങ്ങളിൽ നിന്നും മാംസങ്ങളിൽ നിന്നും സകല രോഗവും പുറത്തു വരട്ടെ. അവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. Father, let there be financial blessings. പിതാവേ, പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. Establish them in excellent jobs. പിതാവേ, ഏറ്റവും ഉത്തമമായ ജോലിയിൽ അവരെ ഉറപ്പിക്കണമേ. Bless the children with great success in their exams. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പ്രിയപ്പെട്ട മക്കളെ അങ്ങ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. Give them admission in the best courses. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല കോഴ്സിന് അങ്ങ് തക്ക സമയത്ത് അഡ്മിഷൻ നൽകണമേ. Give a job to those who need a job. പിതാവേ, ജോലി ആവശ്യമുള്ളവർക്ക്, ജോലിയില്ലാതെ വലയുന്നവർക്ക് അങ്ങൊരു ജോലി നൽകണമേ. And Father, fulfill everything that you have promised to thy children. പിതാവേ, അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകിയ സകല വാഗ്ദാനങ്ങളും അങ്ങ് നിറവേറ്റണമേ.
Let the parents be able to pay the fees for the education of the children and the marriages of the children too. പിതാവേ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഫീസ് നൽകുവാനും മക്കളുടെ വിവാഹം നടത്തുവാനും മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ. Father, honor this home. പിതാവേ, ഈ ഭവനത്തെ അങ്ങ് മാനിക്കണമേ. Build their home. ഭവനത്തെ കെട്ടിപ്പണിയണമേ. Prosper them. ഭവനത്തെ സമൃദ്ധീകരിക്കണമേ. As they have built your prayer tower with their offerings, build their home this month. അവർ തങ്ങളുടെ സ്തോത്രക്കാഴ്ചകൾ നൽകി അങ്ങയുടെ ഭവനമായ പ്രാർത്ഥനാ ഗോപുരം പണിതുയർത്തിയിരിക്കുന്നതിനാൽ അവരുടെ ഭവനങ്ങളെ അങ്ങ് കെട്ടിപ്പണിയണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Our precious friends, ഞങ്ങളുടെ വിലയേറിയ സ്നേഹിതന്മാരെ, this month we are going to have the 72 hours prayer for the Indian elections. ഈ മാസം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ 72 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. It's going to start at 6 p.m. on April 2nd. ഏപ്രിൽ 2-ാം തീയതി രാവിലെ 6 മണിക്ക് അത് ആരംഭിക്കുന്നതാണ്. Going up to April 5th, 6 p.m. അത് ഏപ്രിൽ 5-ാം തീയതി വൈകുന്നേരം 6 മണി വരെ തുടരുന്നതാണ്. We'll be having these 72 hours prayers in 543 cities in the 543 constituencies for the parliament election. പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന 543 നഗരങ്ങളിലെ 543 മണ്ഡലങ്ങളിൽ ഈ 72 മണിക്കൂർ പ്രാർത്ഥന നടക്കുന്നതാണ്. So please join in this prayer in your city. ആകയാൽ നിങ്ങളുടെ നഗരത്തിൽ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവിൻ. Please call the number that's on the screen for more information. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുവിൻ. And when you join this prayer, you will see great peace coming upon the country and your family നിങ്ങൾ too. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും വലിയ സമാധാനം ഉണ്ടാകുന്നത് നിങ്ങൾ My കാണും. friend, as the scripture says, if you pray for the rulers, God will command His peace to come upon you. എന്റെ സ്നേഹിത, വചനം പറയുന്നത് പോലെ നിങ്ങൾ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകും. Please come and join Him. ദയവായി വന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുവിൻ. This is a moment of history. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. And when you cry before the elections unto the Lord, we will never cry after the elections. നിങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കേണ്ടി വരികയില്ല. So please come and pray with us. ആകയാൽ ദയവായി വന്ന് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവിൻ. And God will bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. And whatever support you can give for the expenses of this ministry for the 72 hours prayer, please do so. ഈ 72 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് വേണ്ട ചെലവുകൾ വഹിക്കുന്നതിന് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവിൻ. Yes, we are doing it for 1.3 billion people of India to have God's plan fulfilled in the nation. ദൈവത്തിന്റെ പദ്ധതികൾ രാജ്യത്ത് നിറവേറുന്നതിനു വേണ്ടി ഇന്ത്യയിലെ 1.3 ലക്ഷം കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നത്. So God will take all those blessings and put it upon you as you become a part of this through your support and offerings. നിങ്ങൾ സ്തോത്ര കാഴ്ചകളിലൂടെ ഇതിന്റെ ഒരു ഭാഗമായി തീരുമ്പോൾ ജനങ്ങൾ പ്രാപിക്കുന്ന സകല അനുഗ്രഹങ്ങളും ദൈവം എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ And പകരും. also this month we are going to Sri Lanka to open a new prayer tower in the city of Kandy. മാത്രമല്ല ശ്രീലങ്കയിലെ കാൻഡി നഗരത്തിൽ ഒരു പുതിയ പ്രാർത്ഥനാ ഗോപുരം തുറക്കുന്നതിനു വേണ്ടി ഈ മാസം ഞങ്ങൾ ശ്രീലങ്കയിലേക്ക് പോകുകയാണ്. It's the 4th prayer tower in Sri Lanka. ഇത് ശ്രീലങ്കയിൽ ഞങ്ങൾ സ്ഥാപിക്കുവാൻ പോകുന്ന 4ാമത്തെ പ്രാർത്ഥനാ ഗോപുരമാണ്. And do not forget to register to join us for the World Prayer Conference in Israel. ഇസ്രായേലിൽ നടക്കുവാൻ പോകുന്ന ആഗോള പ്രാർത്ഥനാ സമ്മേളനത്തിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുവാൻ മറക്കരുത്. May 21 to 23. മെയ് 21 മുതൽ 23 വരെയാണ് അത് നടക്കുന്നത്. Please call the number on the screen. ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. God bless you richly and thank you for being a part of this mission. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ ദൗത്യത്തിൽ പങ്കാളികളായി തീർന്നതിന് നന്ദി.